ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഹിൽ സ്റ്റാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കേട്ടോ. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ വന്നേക്കാണ് CMA ഫൗണ്ടേഷനുകാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ CMA ഫൗണ്ടേഷൻ December 15 എക്സാം ആണ് അല്ലേ. അപ്പോൾ അന്നത്തേക്ക് ഞാൻ പഠിച്ചാൽ തീരുമെന്നൊക്കെ ഇപ്പോഴത്തെ ചിലവരുടെ ഉള്ളിൽ എന്താണ് സംശയങ്ങളായി തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് CMA ഫൗണ്ടേഷൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പാസ്സാകാൻ ടൈമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ CMA ഫൗണ്ടേഷൻ പാസ്സായത് എന്ന് പറയുന്നത് <21 days യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആണോ? അല്ല, ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ കാറ്റഗറിയിലോട്ട് പെടുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എന്താണ്, നമുക്ക് മാത്സ് എന്ന പേപ്പറാണ് കൂടുതലും CMA ഫൗണ്ടേഷൻ മാർക്ക് കളയാൻ ചാൻസ് കൂടുതൽ. മാത്സും അക്കൗണ്ടൻസി ആയിരിക്കും. എന്നിരുന്നാലും അക്കൗണ്ടൻസി എന്ന് മാറ്റിയെടുത്താൽ മാത്സ് ആണ് കുറച്ചുകൂടി ടഫ്. കൂടുതൽ സ്റ്റുഡൻസിന് ഏറ്റവും ടഫ് എന്ന് പറയുന്നത് CMA ഫൗണ്ടേഷൻ്റെ പേപ്പർ 3 തന്നെയാണ്. മാത്സ് ആൻഡ് സ്റ്റാറ്റി ആണ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത്. അത് മാത്സ് എന്ന ഏരിയയാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വിദ്യാർത്ഥികൾ നോക്കി കാണുന്നത് തന്നെ. അപ്പം പേപ്പർ 3 ഓക്കെ, പേപ്പർ 3 നമുക്ക് എടുക്കാം. കാരണം അതിൽ ഒരുത്തം പ്രശ്നക്കാരനാണെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ പേപ്പർ 3 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. പേപ്പർ 3 എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായി പേപ്പർ 3 മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പേപ്പർ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് പേപ്പർ 3 എത്ര മാർക്കുണ്ട്? 74 മാർക്ക് നമുക്കുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ CMA ഫൗണ്ടേഷൻ കേട്ടോ. ഫസ്റ്റ് അറ്റൻഡിൽ എന്താണ് CMA ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എബോവ് 250 മാർക്ക് ഉണ്ടായിരുന്നു. അതിൽ പേപ്പർ 3 തന്നെ എനിക്ക് 74 മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 74 മാർക്കിന് നമ്മൾ പറഞ്ഞു 21 ദിവസം കൊണ്ടാണ് ഈ പേപ്പർ 3 അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ കംപ്ലീറ്റ് പഠിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടില്ല. അതിന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുകയത്. അപ്പം ഫുള്ള് ഞാൻ ഇക്വേഷൻ ഫോളോ ചെയ്താണ്. ഇക്വേഷൻ ഫോളോ ചെയ്തല്ല പോയേക്കണേ. അത് തന്നെയാണ് മിക്ക വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രശ്നം. നമ്മൾ ഇക്വേഷൻസ് എല്ലാം കൂടി കാണാൻ അവിടെ പഠിച്ചിട്ട് ഇക്വേഷൻ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറേ നമ്മൾ ട്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടെക്നിക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ടെക്നിക്സ് ആദ്യമേ നിങ്ങൾക്ക് കുറേ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ടൈം കൺസ്യൂം ചെയ്യാൻ കുറച്ചിട്ട് ടൈം ഈസി ആക്കി തരും. നമുക്ക് കൂടുതൽ ടൈം തരും ഈ ട്രിക്സും ടെക്നിക്കൊക്കെ. അപ്പം അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങൾക്കും ടെക്നിക്ക് പറ്റുന്നതല്ല. ചിലത് നമ്മൾ ഇക്വേഷൻ തന്നെ ഇടണം. എന്നിരുന്നാലും കൂടുതൽ എക്സും വൈ ഒന്നും എടുത്തിട്ട് നമ്മൾ ഇക്വേഷനെ കുഴപ്പമാക്കില്ല. അങ്ങനെ ചെറിയ പ്രശ്നം നമ്മൾ സയൻസുകാർക്കുണ്ട്. ഓക്കെ, ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തൊരു പ്രോബ്ലത്തിനും ഭയങ്കര കോംപ്ലക്സിറ്റി ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യാൻ 2-3 പേജൊക്കെ എടുത്ത് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് ടൈം കൺസ്യൂം ആയിരിക്കും. ആ സമയത്തായിരിക്കും കൊമേഴ്സിന് ഒരു സ്റ്റുഡൻറ്റ് വന്ന് അവർ സുഖമായിട്ട് പാസ് ചെയ്യും. കാരണം അവർ ഫാക്കൽറ്റി നൽകുന്ന ടിപ്പ് അല്ലെങ്കിൽ ട്രിക്സ് മാത്രം ഫോളോ ചെയ്ത് പോകും. അപ്പോൾ അവർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവരതിനെക്കുറിച്ച് കൂടുതൽ വേറെ ആരത്തിലേക്ക് ചിന്തിക്കുകയല്ല. ഫാക്കൽറ്റി പറയുന്ന കാര്യം ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ അങ്ങ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ മാർക്ക് സ്കോർ ചെയ്ത് അവർക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താ, CMA ഫൗണ്ടേഷൻ പാസ് ആവുക എന്ന് ലക്ഷ്യമുള്ളൂ. അതിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ല, നമുക്ക് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, CMA ഫൗണ്ടേഷൻ്റെ അകത്ത് പേപ്പർ 3 പാസ്സാവാൻ നമ്മൾ സഹായിക്കാം. ഓക്കെ, പേപ്പർ 3 പാസ്സാവാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പേപ്പർ 3 മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും സപ്പോർട്ട് നമുക്ക് CMA ഫൗണ്ടേഷൻ 5000 രൂപീസിന് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കോഴ്സ് ചെയ്തു കേട്ടോ. അത് കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ്ലി കോഴ്സാക്കി. കാരണം നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഓവറായി. കാരണം അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പേപ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല, കോഴ്സ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പർ 3 മാത്സ് എന്ന സംഭവം മിക്ക വിദ്യാർത്ഥികളുടെ ഉള്ളിൽ പേടി കാരണമാണ് മാർക്ക് പോകണത്. സോ അതെങ്ങനെ കറക്റ്റായിട്ട് അവരെ അപ്രോച്ച് ചെയ്യിപ്പിക്കാം. അപ്പം ഏറ്റവും കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. പേപ്പർ 3 നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കൺസെപ്റ്റുവാലിറ്റി ഉണ്ടാകണം. 2 നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ആ പേപ്പർ 3 കുറിച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ പേപ്പർ 3 കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കൺസെപ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ എല്ലാ ഇക്വേഷൻസ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ടിപ്പ് ആൻഡ് ട്രിക്സ് അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അതെങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതറിഞ്ഞിരിക്കണം. അതുപോലെ ഉള്ളിൽ കിടക്കുന്ന പേരെടുത്ത് മാറ്റണം. ഈ 6 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പേപ്പർ 3 അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പേപ്പർ 3 അപ്രോച്ച് ചെയ്യും. അത് മാത്രമേ നമ്മളുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വെച്ചാൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാനില്ല. പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കാൻ മടി, അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ അത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട്. നമ്മുടെ പേപ്പർ 3 കോഴ്സ് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ടൈം ടേബിൾ അവർ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പക്ക ഒരു മോഡൽ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, പിന്നെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോഡലല്ല, പക്ക അവരെ അനുസരിച്ച് അവർക്ക് എത്ര മണിക്കൂർ ഓരോ സബ്ജക്റ്റ് പഠിക്കണം എന്നൊരു രീതി നമ്മൾ അറേഞ്ച് പ്ലാൻ ചെയ്യും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബറിലേക്കുള്ള ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജൂലൈ 20 മുതലാണ് ടൈം ആക്സ് തുറക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടാലും ഡിസംബർ എക്സാമിന് മുമ്പായിട്ട് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പേപ്പർ 3 വേണ്ടി ജോയിൻ ചെയ്യാം. ഓക്കെ, അതിന് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല. ഡിസംബർ ലാസ്റ്റിലേക്കൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾക്ക് മൊത്തം കണ്ടു തീർക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി. പക്ഷേ എത്ര പെട്ടെന്ന് കാണാൻ, എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ ഒരു കാര്യം
നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ നാളെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഡിസംബർ അറ്റൻഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, എക്സാം എടുത്തുകൊണ്ടിരിക്കുക. ഒരു ഡിസംബർ അറ്റൻഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു 6 മാസം പോകും അടുത്ത ജൂണിൽ എക്സാം തന്നെ. സോ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ഫ്രഷേഴ്സ് ഉണ്ടാവും, ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഡിസംബർ 24 അറ്റൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് അറ്റൻഡ് ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ്സായവരോടും പാസ്സാവും ഫെയിലും ആവും എന്തോ ആയിക്കോട്ടെ, നെവർ മൈൻഡ്. ഇപ്പം ഈ ഡിസംബർ അറ്റൻഡിലേക്ക് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആൾക്കാർ പാസ്സായവരുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഡിസംബറിലേക്ക് നിങ്ങൾക്ക് പാസും ഫെയിലും ആവാം. അത് മാത്രമല്ല, നേരത്തെ പരീക്ഷയിൽ ഫെയിൽ ആയിട്ടുള്ളവരുണ്ടാവും, ഫ്രഷേഴ്സ് ആയിട്ട് ഡിസംബറിലേക്ക് എക്സാം എന്നുണ്ടാവും. ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2024 നടക്കുന്ന എക്സാം ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, കൃത്യമായ ടൈം ടേബിൾ ആണെങ്കിൽ ടൈം ടേബിൾ മാത്രമായിട്ട് നിങ്ങൾക്ക് നൽകണമെങ്കിൽ അങ്ങനെ നൽകാം. അതിന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല, നമ്മുടെ പേപ്പർ 3 എടുക്കുന്നവർക്കാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് ഇത് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ആഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കോഴ്സ് റെക്കോർഡ് ക്ലാസ് ആണ്. റെക്കോർഡ് ക്ലാസ് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മാക്സിമം റിഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പക്ക പ്ലാൻ ചെയ്തേക്കണേ. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പേപ്പർ 3 മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ തരുന്ന ടൈമിൽ, നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിന് എക്സ്ട്രാ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത്ര നല്ലതാണ് കേട്ടോ. അത്ര നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് 250 മുകളിൽ 250 മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു CMA ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ. സോ അതൊരു വലിയ മാർക്കായിട്ടൊന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ചുരുങ്ങിയ സമയത്ത് നമുക്കത് പഠിച്ച് പാസ്സാക്കാൻ പറ്റി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ എത്രമാത്രം നിങ്ങൾക്കത് ഇഷ്ടമാണ്, CMA ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാണ്, അതിൽ പേപ്പർ 3 എന്ന സബ്ജക്റ്റ് എത്രമാത്രം ഇഷ്ടമാണ്, അത് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് അല്ല മക്കളെ. അത് ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല നോളജ്, എത്രമാത്രം നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും അത്ര നോളജ് ഗെയിൻ ചെയ്യണം. എന്നിരുന്ന് പഠിക്കാൻ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്ട്രാ തല പോയി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തല വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫാക്കൽറ്റി പറയുന്നതില്ല, അത് ആര് തന്നെ ഏതൊരു മെൻറ്റർ പറയുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അന്നേരം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് CMA ഫൗണ്ടേഷൻ പാസ്സാകാൻ പറ്റും. ഈ CMA ഫാക്കൽറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പാസ്സായവരാണ്, CMA ഫൗണ്ടേഷൻ പാസ്സായവരാണ് നമ്മൾ എന്ത് ചെയ്യണേ, പഠിപ്പിക്കണേ അല്ലെ, പഠിപ്പിക്കാൻ ഇറങ്ങാൻ. അതല്ലാതെ കുറച്ച് പേരുണ്ടാവും, എന്നിരുന്നാലും അവർക്ക് എന്തായാലും അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടായത് തന്നെയാണ് അവർ പഠിപ്പിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര പഠിക്കില്ലാത്ത വിദ്യാർത്ഥി ആയെങ്കിലും കൃത്യമായിട്ട് ആ പ്ലാനിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ പാസ്സാവണം, നിങ്ങൾ പഠിക്കാൻ പറ്റും, നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കും എന്ന് ഉറപ്പുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ CMA ഫൗണ്ടേഷന് വേണ്ടി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് 8921240354 എന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ CMA ഫൗണ്ടേഷൻ പേപ്പർ 3 ക്ലാസ്സിന് വേണ്ടി. നമ്മൾ ഫീസ് നല്ല മേടിക്കുന്ന, ഒത്തിരി ഓവറായിട്ടുള്ള ഫീസൊന്നും നല്ല മേടിക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ 6250 രൂപയെങ്കിലും വരേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, വെറും 2000 രൂപയ്ക്കാണ് CMA ഫൗണ്ടേഷനകത്ത് പേപ്പർ 3 നൽകുന്നത്. ഓക്കെ, മാത്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നൽകുന്നത്. അപ്പം ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച സെഷൻസ് എന്നല്ല, പയ്യെ റെക്കോർഡ്. ഇപ്പം ജൂലൈ 20 ശേഷം ജോയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സിൻ്റെ അറിവ് അതിൽ കൂടി വരും. കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ മൊത്തം ക്ലാസ് ഇതിൽ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് കൃത്യമായ പ്രാണി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പം നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്യുന്നത്, ആ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് എത്രയും പെട്ടെന്ന് ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ പേപ്പർ 3 ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ മക്കളെ. മാക്സിമം നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് എന്താണ്, പ്രിഷ്യസ് ആണ്. നമുക്ക് ഏറ്റവും പ്രിഷ്യസ് ആയിട്ട് ഇന്ന് ഈ ലോകത്തുള്ളത് ടൈമാണ്. ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് കാലങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ പോകുന്നതനുസരിച്ച് നമുക്ക് അതനുസരിച്ചുള്ള ഹ്യൂജ് ലോസസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളിൽ ജോയിൻ ചെയ്യുക പേപ്പർ 3 ക്ലാസ്സിന് വേണ്ടി. പേപ്പർ 3 ക്ലാസ് നൽകുമ്പോൾ ടൈം ടേബിൾ പേപ്പർ 3 വേണ്ടി മാത്രമല്ല, ഓൾ CMA ഫൗണ്ടേഷന് വേണ്ടിയാണ്. CMA ഫൗണ്ടേഷൻ്റെ ഫുൾ പേപ്പറിനുള്ള ഷെഡ്യൂളും സെറ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ നൽകും. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, വിദ്യാർത്ഥിയാവാം, അത് മാത്രമല്ല ചിലപ്പം കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കുട്ടികളുള്ളവർ, ആരായാലും അവരുടെ ആ ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ CMA ഫൗണ്ടേഷൻ നമുക്ക് ഡിസംബർ അറ്റൻഡ് ക്രാക്ക് ചെയ്യണം മക്കളെ. അപ്പം റെഡി ആയിക്കോളൂ. നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഏറ്റവും എളുപ്പ വരി എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ പറയാം. ഓക്കെ, അപ്പം
അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ വരി കണ്ടുപിടിച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നോളജ് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. സോ ആ സമയത്ത് എത്തണമെങ്കിൽ കൃത്യമായൊരു ഇപ്പോൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ സ്ഥലത്ത് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മൾ അറിയില്ലാതെ വരി തപ്പി പിടിച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ കാലതാമസങ്ങളിൽ സമയം നഷ്ടമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, CMA ഫൗണ്ടേഷൻ പേപ്പർ 3 ഇനി ടഫാണ്, പേടിയാണ്, പറ്റുമോ ജയിക്കുമോ എന്നുള്ള സംശയം കൊണ്ട് ഇനി ഇരിക്കേണ്ട. ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഹിൽ സ്റ്റാറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഹിൽ സ്റ്റാറിൽ പേപ്പർ 3യുടെ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും കാണാം, ഡിസംബർ എക്സാം വരെ. ഓക്കെ, എത്ര സമയം വേണമെങ്കിലും കാണാനുള്ള ടൈമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുമാത്രമല്ല പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് സെഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഓരോ ടിപ്പും ട്രിക്സ് എല്ലാം പറഞ്ഞു തരും. അതുമാത്രമല്ല ഇക്വേഷൻസ് മാത്രം ബേസ് ചെയ്തല്ല, ടിപ്പും ട്രിക്സും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ കൂടുതലും CMA ഫൗണ്ടേഷൻ്റെ മാത്സ് എക്സാം എഴുതാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി. എക്സാം നമ്മൾ അടുത്ത് വരുവാണ്, ഡിസംബറിലേക്കാണ് വരുന്നത്. നമുക്കത് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇത് നമ്മുടെ എന്താണ് ലാസ്റ്റ് അറ്റൻഡ് ആണ്. സോ പാസ്സാവാൻ റെഡി ആയിക്കോ മക്കളെ, ജോയിൻ ചെയ്തോളൂ ഹിൽ സ്റ്റാർ. നിങ്ങൾ CMA ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ നിങ്ങൾ എക്സ്ട്രാ വർക്ക് എടുത്താൽ നിങ്ങൾ നല്ല രീതിയിൽ ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, മടി പിടിക്കല്ലേ, മടിയുള്ളവർ അതുപോലെ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല, ഞാൻ പഠിക്കുമൊന്നുമില്ല, എനിക്ക് പഠിക്കാതെ പാസ്സാവണം, അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരണ്ട. ഓക്കെ, അവിടെ എത്ര ബിലോ ആവറേജ് ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ പഠിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, പഠിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കണം. അതുമാത്രമല്ല മടി ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഈ ടൈം ടേബിൾ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ല ഇന്ന് ഫോളോ ചെയ്യുന്നത് നാളെ ഞാൻ അതിന് വേണ്ടി കവറപ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പക്കയായിട്ട് ഞാൻ കോഴ്സ് ചെയ്ത് പോകും, ഒരാഴ്ചയ്ക്ക് മുമ്പോട്ട് ഞാൻ വിടില്ല, കറക്റ്റ് അടുത്ത ആഴ്ചയോട് ഞാൻ കറക്റ്റ് ആ പ്ലാനിൽ തന്നെ പോകും എന്ന് ഉറപ്പുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം മതി. മറ്റൊരാൾക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾ ജയിക്കണം, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ വേണ്ടിയാണെങ്കിൽ ആരും ഒന്നും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പാസ്സാവണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ ഓക്കെയാണ് വർക്ക് ചെയ്യാൻ, എനിക്ക് പരീക്ഷ പാസ്സാവാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ കൃത്യമായ പ്ലാൻ കിട്ടി ഞാൻ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ ജസ്റ്റ് ജോയിൻ ചെയ്യുക ഹിൽ സ്റ്റാറിൽ. 2000 റുപ്പീസ് ഉള്ളൂ മക്കളെ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണലൈസ്ഡ് ടൈം ടേബിളും പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് സെഷനും വരുന്നത് നിസ്സാരമല്ല. 1000 to 2000 റുപ്പീസ് ഒരു സിറ്റിങ്ങിന് വരുന്നതാണ്. അപ്പം ആ ഒരു കൗൺസിലിംഗ് സെഷനാണ് നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കും. 2000 രൂപ അല്ലെങ്കിൽ 1000 റുപ്പീസ് എക്സ്ട്രാ ഒരു സിറ്റിങ്ങിന് ആവശ്യം വരും. നമ്മൾ ആ ഒരു ചാർജാണ് നമ്മൾ ഈടാക്കുന്നത്. ഓക്കെ, നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈടാക്കുന്ന ചാർജ് ഒരു സിറ്റിങ്ങിന് 1000 to 2000. പിന്നെ ഓരോ എന്താണ് കൗൺസിലിംഗിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ അതിന് ബഡ്ജറ്റ് കയറും. ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് 1000 ആണ്. സോ നിങ്ങൾക്ക് വർത്ത് വരുന്നത് 1000 to 2000 റുപ്പീസ് വർത്തായിട്ടുള്ള കൗൺസിലിംഗ് സെഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ 2000 റുപ്പീസിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേപ്പർ 3 കിട്ടുന്നു, അത് മാത്രമേ പേപ്പർ 3യുടെ ക്ലാസ് കിട്ടുന്നു, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് കിട്ടുന്നു, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പേഴ്സണൽ ടൈം ടേബിൾ കിട്ടുന്നു, അത് മാത്രമേ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടാകും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്ത് നൽകിക്കൊണ്ടിരിക്കും. അത് മിക്കത് റെക്കോർഡറായിട്ട് നിങ്ങൾക്ക് നൽകുമായിരിക്കും. അതല്ല ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഡൗട്ട് ഉള്ളെങ്കിൽ നമ്മളത് വാട്സപ്പിൽ തന്നെ പറഞ്ഞു കൊടുക്കും. അതല്ല കൂടുതൽ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നൽകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം മടിക്കേണ്ട, എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യലും. സമയം കളയേണ്ട, സമയം എന്ന് പറയുന്ന അമൂല്യമാണ്, പ്രഷ്യസ് ആണ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് CMA ഫൗണ്ടേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ജോയിൻ ചെയ്യുക, പഠിക്കുക, പാസ്സാവുക.